ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല സ്ഥലത്തേക്കും പല ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട് അല്ലേ? നമ്മളിൽ ചിലവർക്ക് ചില ഡോക്ടർമാരെ ഇഷ്ടമാണ്, ചില ഡോക്ടർമാരെ ഇഷ്ടമല്ല. സാധാരണ ഒരാൾ ചിന്തിക്കുക, ആ ഡോക്ടർ ഭയങ്കര ഫേമസ് ആട്ടോ, നല്ല മനുഷ്യനാണ്, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ നമുക്ക് കിട്ടുന്ന മറുപടി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ നല്ല ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വേറെ രീതിയായിരിക്കും കിട്ടുക. അതേപോലെ ഫേമസ് വേറെ, നല്ല ഡോക്ടേഴ്സ് വേറെ. അതേപോലെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു പേഴ്സൺ ആയിരിക്കാം ഏറ്റവും നല്ല ഡോക്ടർ. സോ ഹൂ ഈസ് എ ഡോക്ടർ? അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ ഡോക്ടർ എന്ന് വെച്ചാൽ ആരാണ്? എല്ലാവരുടെയും മനസ്സിൽ, ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു മരുന്ന് തരുന്ന ഒരു പേഴ്സൺ. പക്ഷെ സാധാരണ ഒരുവിധം കുട്ടികളോട് ചോദിച്ചാൽ ഒരു ഡോക്ടറെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് വളരെ സത്യമാണ്. ഒരു കുട്ടിക്ക് ഒരു ഡോക്ടറെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഡോക്ടർക്ക് ഒരു കഴിവുണ്ട് തന്നെയാണ്. അതെന്താ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ വലിയ ആൾക്കാർ വേറെ പല കാറ്റഗറിയും വേറെ പല പോയിന്റ്സുകളൊക്കെ നോക്കുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു ഡോക്ടറെ എന്തുകൊണ്ടാണ് ഇഷ്ടം? അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം, അവർ ചിരിക്കുന്ന ഒരു സ്മൈലിംഗ് ഫേസ്, ഇതൊക്കെയാണ് ഡോക്ടർക്ക് വേണ്ട മെയിൻ കഴിവുകൾ. മെഡിസിൻസ്, യെസ്, തീർച്ചയായിട്ടും ഇറ്റ്സ് ഗിവൺ, ഇറ്റ്സ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്. പക്ഷെ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവരുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് ജസ്റ്റ് ലെറ്റ് ദം സ്പീക്ക് ഔട്ട്. അവരുടെ മനസ്സിലെ ഫുള്ള് കാര്യങ്ങൾ അതൊന്ന് വരട്ടെ. യു ഷുഡ് ബി എ വെരി ഗുഡ് ലിസണർ. അതാണ് ഡോക്ടർമാർക്ക് വേണ്ട ഫസ്റ്റ് പോയിന്റ്. ഓൾവേസ് ഹാവ് എ ഗുഡ് സ്മൈൽ. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, വൺ ടച്ച്. അതായത് ചില ഡോക്ടർമാർ, നമ്മൾ പേഷ്യൻ്റ് വരുമ്പോഴേക്കും നമ്മൾ ഡോക്ടേഴ്സ് ഉടനെ തന്നെ അവർ പറയുമ്പോഴേക്കും നമ്മൾ ഉടനെ മരുന്നും എഴുതി കഴിഞ്ഞു, എല്ലാം എഴുതി കഴിഞ്ഞു. സോ ഡോക്ടർ എന്ന് വെച്ചാൽ ആരാണ്? ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ, ബി എ ഗുഡ് ലിസണർ. അവർ പറയുന്ന അസുഖങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ അതൊന്ന് പുറത്തേക്ക് വരട്ടെ, അതാണ് വേണ്ടത്. അല്ലാതെ അവരത് പേരും വയസ്സും എഴുതുമ്പോഴേക്കും നമ്മളത് എഴുതി കഴിഞ്ഞു, പേപ്പറിൽ എഴുതി, മരുന്ന് കൊടുത്തു, എല്ലാം എടുത്തു, എല്ലാം കഴിഞ്ഞു. ഇസ്ന്റ് ഇറ്റ് വിയർഡ്? ജസ്റ്റ് ലെറ്റ് ദം സ്പീക്ക്. പേര്, വയസ്സ്, അഡ്രസ്സ് മാത്രമല്ല, അത് ബയോഡാറ്റ നമുക്ക് അവരോട് അയക്കാൻ പറയും. ഇറ്റ്സ് പ്രിറ്റി ഈസി. ബട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഇതാണോ? ഷുഗർ വരുമ്പോൾ എന്തായിരിക്കും കാരണം? നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങൾക്ക് എന്താ തോന്നണേ? ഓ, ഇന്ന ഡോക്ടർ അടുത്ത് പോയോ? ഓക്കെ, അപ്പൊ അവിടെ എക്സ്റേ എടുത്തിരുന്നോ? അപ്പൊ മേ ബി അവര് അലോപ്പതി വിശ്വസിച്ചിട്ടായിരിക്കും വരിക. ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. മേ ബി ആയുർവേദം വിശ്വസിക്കാതെ ആയിരിക്കും വരിക. ദാറ്റ്സ് ഓൾസോ ഫൈൻ. ബട്ട് ഒരു പേഷ്യന്റിന്, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ, ഹൂ എവർ ഇറ്റ് ഇസ്, ലെറ്റ് ദം സ്പീക്ക് വാട്ട് എവർ ദേ വാണ്ട്. നമ്മൾ തർക്കിക്കാനോ അറ്റാക്ക് ചെയ്യാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ബി എ ഗുഡ് ലിസണർ. ഒരു ഗുഡ് ലിസണർ എന്ന് പറഞ്ഞാൽ അതേലേ 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 എന്ന് കേട്ടിരിക്കില്ല. എല്ലാവരും ഗുഡ് ലിസണർ. Just listen to what they're saying. Don't hear, but listen. Second thing, have a good smile. വരുമ്പോഴേക്കും നമ്മൾ കണ്ണടയൊക്കെ വെച്ച ആൾക്കാരാണെങ്കിൽ പിന്നെ പറയണ്ട. You guys forget to smile. Just have a normal smile. അട്ടഹസിക്കാനല്ല പറഞ്ഞു. Just have a good smile. Because maybe ചിലവർക്ക് വലിയ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. But they might have a very good smile. Trust me, it will really help. ഞാൻ എപ്പോഴും ചിരിച്ചിട്ടാണ് എൻ്റെ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യാറ്. ഫോർഗെറ്റ് ദ മെഡിസിൻസ്. ചിലവർ തലവേദനയായിട്ട് വരുമ്പോൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നത് പോയി കഴിഞ്ഞാൽ 50% അവിടെ കഴിഞ്ഞു. ബാക്കി 50% നമുക്ക് ഇനി മരുന്നിലൂടെ ശരിയാക്കാനുള്ള കഴിയുള്ളൂ. ലാസ്റ്റിംഗ് ടച്ച്. ടച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ നെഗറ്റീവായിട്ടല്ല ഉദ്ദേശിച്ചത്. സംടൈംസ് സം പീപ്പിൾ, അവർ ഭയങ്കര വിഷമിച്ച് ഈ ഷുഗറൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ദേ ആർ സോ ടെൻസ്ഡ്. അവരെ ഒന്ന് കയ്യിൽ ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഒക്കെ മാറും, ശരിയാവും, ഐ എം ഗോണ ബി ദെയർ വിത്ത് യു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ. ബിക്കോസ് അവർക്ക് പേടിയാണ് വരാൻ. ഫീസ് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഡോക്ടർ ഇവിടെ ഉണ്ടാവുമോ എന്ന് ആലോചിച്ചിട്ട്. ജസ്റ്റ് ടെൽ ദം ഓൾ ദ ഡീറ്റെയിൽസ്. അവർക്ക് എന്തുകൊണ്ട് ഈ അസുഖം വന്നു, എവിടുന്ന് തുടങ്ങി, എന്തുകൊണ്ട് ടെൻഷൻ വന്നു, കൊടുക്കുന്ന മരുന്നിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുക്കണം. ബിക്കോസ് ഇപ്പോഴത്തെ കാലം മാറി. കൊടുക്കുന്ന മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എല്ലാവർക്കും എല്ലാം അറിയണം. സോ ഈ 3 points നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇഫ് യു ആർ എ ഡോക്ടർ, നിങ്ങൾ തീർച്ചയായിട്ടും യു ഹാവ് ടു ഡു ദിസ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഓൾവേസ് സ്മൈൽ, ഈവൻ നൗ ഓൾസോ. ജസ്റ്റ് സ്മൈൽ ആൻഡ് സീ ദ മാജിക്.